രാജാവിന് കുറച്ച് സ്ലോ മോഷൻ ഷോട്ടുകൾ ഉണ്ടായിരുന്നു. മറ്റേ വാഴ നനയുമ്പോൾ ചീര നനയുന്ന പോലെ എനിക്കും കിട്ടിയതുപോലെ രാജാവുള്ളതുകൊണ്ടാണ് എനിക്ക് വൈകിട്ടെങ്ങനെ അതുകൊണ്ട് ഇതുകൊണ്ടാണ് പോകുന്നത്. ബേസിലി പറഞ്ഞ പോലെ ബോളിവുഡ് ഇന്ത്യയിലൊക്കെ റൂമറുകളിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ബേസിൽ ഒരു കഥ ഇങ്ങനെ നറേറ്റ് ചെയ്തിട്ടുണ്ടോ? എന്റെ അടുത്ത് ഇല്ലില്ല, ചെയ്തിട്ടില്ല. ഞാൻ ചോദ്യത്തെ നശിപ്പിച്ചു. ബേസിലായിട്ട് സ്വന്തമായിട്ട് ബേസിലായിട്ട് ബോളിവുഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഞാൻ ബോളിവുഡാണ്, നീയൊക്കെ ഇവിടെ ലോക്കൽ, ഞാൻ അങ്ങ് ബോളിവുഡ്. അങ്ങനെ ഇതിൽ കുറച്ചൊരു നോർമൽ ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് നീ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും കുറച്ചൊരു ഞങ്ങളെ പൂജ കഴിഞ്ഞപ്പോൾ ആദ്യം തുടങ്ങിയത് മറ്റേ കല്യാണക്കുറി അടിക്കുന്നത്. അതാണ് ഈ പടം ഇത്ര നീണ്ടുപോയത്. ഒരു 32 ടേക്ക് സ്റ്റെപ്പുണ്ട്. വെളുപ്പിന് 6 മണി വട്ടം വന്ന് കഴിഞ്ഞു. ഞങ്ങൾ കൂടെ കളിച്ചതിന് ഞങ്ങൾ കൊണ്ട് ദോശയും ചമ്മന്തി രാവിലെ 2-3 മേടിച്ചത് 32 ടേക്ക് ഒരു സിംഗിൾ ഷോട്ടാ. അത് വിപിൻ ചേട്ടൻ കട്ട് ചെയ്തു പിന്നെ എന്തിനാണ് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കളിച്ചു കഴിഞ്ഞിട്ടും ഫുൾ എഡിറ്റ് ചെയ്ത് കണ്ടപ്പോഴും പുള്ളി വേറെ പടത്തിന്റെ ഷൂട്ടിങ്ങിൽ അവിടെ ഇരുന്നിട്ട് നിങ്ങളൊക്കെ ഡാൻസ് കളിക്കും, പക്ഷെ ഞങ്ങൾ കളിച്ച പോലെ ആവില്ല. ഞാൻ ആദ്യമായിട്ട് ലൊക്കേഷൻ ആ പാട്ടിന്റെ എഡിറ്റ് കണ്ടു കഴിഞ്ഞപ്പോ ഒരു കാര്യം ബേസിൽ രാജു പണ്ട് ടൊവിനോ ഡാൻസ് കളിച്ച കണ്ടോ അവൻ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പൃഥ്വിയുടെ ഇൻട്രോ തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ നടന്നൊരു കല്യാണമായിരുന്നല്ലോ, നന്ദൻ എന്നുള്ള സിനിമ. അതിൽ ഒരു പ്രോപ്പർ ആഘോഷമായിട്ട് പൃഥ്വിരാജൻ ആഘോഷിച്ച സിനിമ. ഈ ഗുരുവായൂർ അമ്പലനടയിൽ എല്ലാ വിധത്തിലും ചിരിച്ചു മറിയാൻ പറ്റാവുന്ന നമ്മൾ ഈ തെങ്കാശി പട്ടണത്തിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു വൈബ് പടം, അതാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ കഥ എന്നിലേക്ക് കൊണ്ടുവരുന്നത് E4 എന്റർടൈൻമെന്റ് ആണ്. അവരാണ് ഈ കഥ ഇപ്പോഴല്ല, ഒരു 2-3 വർഷങ്ങളായി. ഞാൻ ആദ്യം ദീപു ഈ കഥ പറയുന്നത് തന്നെ E4 എന്റർടൈൻമെന്റിലെ സാരഥിയും വിവേകും കൂടി ഇങ്ങനൊരു കഥയുണ്ടെന്ന് കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയി. ഒടുവിൽ അത് സംഭവിച്ചത് ഇങ്ങനെയാണെന്ന് മാത്രം. E4നോട് ഞാൻ ഇതിനു മുമ്പ് 2 സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഭ്രമം, എസ്ര. അപ്പോൾ അന്നേ ഇനി ഒരു സിനിമ ഒരുമിച്ച് ചെയ്യണം എന്ന് ഒരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കോ പ്രൊഡക്ഷൻ ചെയ്യാമെന്നുള്ള ഐഡിയ മുകേഷ് സാർ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ശമ്പളവും തരണ്ട, ചിലവ് കുറച്ച് ഞാനും വഹിക്കാം എന്നുള്ളൊരു, പിന്നെ അപ്പോൾ ആർക്കും പരാതിയൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ ഈ ബേസിക്കലി ചില ആൾക്കാർക്ക് ഒരു തഗ് ലൈഫ് സ്വഭാവം ഉണ്ടല്ലോ. ഇപ്പൊ ലിസ്റ്റൻ സ്റ്റീഫനൊക്കെ ബേസിക്കലി എന്ത് പറയുമ്പോഴേ തഗ് ലൈഫ് സ്വഭാവം ഉണ്ടല്ലോ. പക്ഷെ അതൊന്നും ഇതുവരെ അങ്ങനെ അതൊന്നും അങ്ങനെ സിനിമകളിൽ അധികം ഉപയോഗിച്ച് കണ്ടിട്ടില്ലല്ലോ. അതല്ല, നിഖില ഉപയോഗിച്ച് കണ്ടിട്ടില്ലല്ലോ. അത് ഗുരുവായൂർ അമ്പലനടയിൽ യൂസ് ചെയ്യും. ഈ ഒരാളുടെ കൂടെ പെയർ ചെയ്യാന്ന് പറയുമ്പോഴേ എപ്പോഴും നമ്മൾ ചോദിക്കുമല്ലോ ഈ മറ്റേ ആളുടെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത്. അത് നിഖില തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വലിയൊരു ആക്ടറുടെ കൂടെ പെയർ ചെയ്യുമ്പോൾ എപ്പോഴും ആളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ വട്ടം പൃഥ്വിരാജിനോട് ചോദിക്കാന്ന് വിചാരിച്ചു. നിഖില അല്ല, നിഖില ഞാനിപ്പോ നേരത്തെ കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞാണ് നിഖിലയുടെ ഞാൻ ആക്ച്വലി നിഖിലയുടെ ഒരു സിനിമ കാണുന്നതിന് മുമ്പാണ് ആദ്യമായിട്ട് നിഖിലയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അത് ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലാണ്. അപ്പോൾ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായ വാവ കൊട്ടാരക്കരയോട് ഞാൻ പറഞ്ഞു, വാവ ബ്രോഡാഡി ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു എൻഡിലൊരു സീക്വൻസിൽ ഒരു ഡ്രീം സീക്വൻസ് ആണെന്നൊക്കെ തോന്നിപ്പിക്കുന്ന ലൈനിലാണ് വിഷ്വൽ വരേണ്ടത്. ഭയങ്കര ഹൈലൈറ്റ്, ഈ ഡെലിവറി വാർഡിൻ്റെ അകത്തുനിന്ന് ഭയങ്കര ഹൈലൈറ്റ്, സ്ട്രോങ് ഹൈലൈറ്റിൽ ഡോറ് തുറന്ന് ഒരു പെൺകുട്ടി ഒരു നഴ്സിൻ്റെ യൂണിഫോമിൽ ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ച് വെളിയിലേക്ക് വരണം. ഒരു ഡ്രീം സീക്വൻസ് ആണെന്നൊക്കെ തോന്നിപ്പിക്കണം. അപ്പോൾ ഒരു മാലാഖയെ പോലൊരു പെൺകുട്ടി വേണം. മാലാഖ ഓക്കെ സാർ റെഡി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വാവ പറഞ്ഞ സജഷനാണ് കുറച്ചധികം ഫുട്ടേജ് ഞാൻ കാണുന്നത്. അപ്പോൾ നിഖില നല്ല ആക്ടറാണെന്ന് തോന്നി. അങ്ങനെയാണ് ബ്രോഡാഡിയിൽ കാസ്റ്റ് ചെയ്യുന്നത്. ബ്രോഡാഡിയിൽ ആക്ച്വലി നിഖില വന്ന് ചെയ്തതിൽ നിഖിലയ്ക്ക് ഒരു ഗുണമില്ല, ആ സിനിമയ്ക്കാണ് ഗുണമുള്ളത്. അപ്പം അന്ന് ഞാൻ വലിയ രീതിയിൽ ഒബ്ലിഗേറ്റഡ് ആണ്. ഈ സിനിമയിൽ ഈ കഥാപാത്രം നിഖില ചെയ്താൽ നന്നായിരിക്കുന്ന ആദ്യം എന്നോട് പറയുന്നത് വിപിനാണ്. അപ്പോൾ ഓഫ്കോഴ്സ് ഈ സിനിമയുടെ സമയത്ത് നിഖില വളരെ പോപ്പുലറായ ഒരു ആക്ടറായി കഴിഞ്ഞു ഓൾറെഡി. ഇതിൽ പാർവതി എന്ന് പറഞ്ഞ ക്യാരക്ടർ നിഖില ചെയ്തു എന്നുള്ളത് ഐ തിങ്ക് സിനിമയ്ക്ക് വലിയ ഗുണം ചെയ്തതാണ്. ആൻഡ് ഈ ആനന്ദൻ, എൻ്റെ ക്യാരക്ടറും ആനന്ദൻ്റെ പേരാണ് പാർവതി. ആനന്ദനും പാർവതിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവർക്കിടയിൽ നടക്കുന്ന കഥ ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ട്രാക്കും കൂടിയാണ്. സഫ് ബോയ് നമ്മൾ 18+ കണ്ടുള്ളത് കറക്റ്റ് ഒരു വടകര ഭാഗത്തുള്ള ഒരാൾ, ആ സ്ലാങ് നിങ്ങൾ ചെയ്യുന്ന റീൽസായിട്ട് ചെറിയ സാമ്യമൊക്കെ ഉണ്ടല്ലോ ക്യാരക്ടേഴ്സിന്. ഗുരുവായൂർ അമ്പലനടയിൽ എന്താണ് സംഭവം? ഇതിൽ അതായിട്ടൊരു സാമ്യമില്ല. ഈ സ്ലാങ് ആയാലും മൊത്തത്തിൽ നമ്മുടെ ക്യാരക്ടർ ആയാലും ഭയങ്കര ചേഞ്ച് ഉണ്ട്. ബേസിലേട്ടൻ്റെ ബ്രദറാണ്. അപ്പോൾ ബേസിലേട്ടൻ്റെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നൊരു ബ്രദർ. ഈ സിനിമയിൽ
തമാശ എന്ന് പറയുന്ന കാര്യത്തെ ഒരുപാട് ഇപ്പോൾ മൂവ് ചെയ്തിട്ടുണ്ട്. സിറ്റുവേഷൻ കോമഡിയാണ് പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മുടെ പ്രൈമറിയിലൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഗുരുവായൂരമ്പല നടയിൽ കുറച്ചുകൂടി ലൗഡായിട്ടുള്ള കുറച്ചുകൂടി സെലിബ്രേഷനൊക്കെ ഉള്ള ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ഒരു ഹ്യൂമർ പാർട്ട് അതിൻ്റെ രീതി എങ്ങനെയായിരിക്കും? സർക്കാസ് ആയിരിക്കുമോ അതോ കാരിക്കേച്ചർ സ്വഭാവമായിരിക്കും, എങ്ങനെയായിരിക്കും? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതും സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന തമാശകളാണ് കൂടുതൽ. ഈ സ്ക്രിപ്റ്റിലേക്ക് അല്ലെങ്കിൽ കഥയിലേക്ക് എന്നെ ആദ്യം തന്നെ ഇമ്മീഡിയറ്റ്ലി ആകർഷിച്ചത് ഞാൻ അറ്റ്ലീസ്റ്റ് മുമ്പ് കേട്ടിട്ടില്ലാത്ത, മുമ്പ് വേറെ സിനിമകളിലൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു സാധനമുണ്ട് ഇതിനകത്ത്. ഒരു രണ്ട് കഥാപാത്രങ്ങൾക്കിടയിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അതിൽ തുടങ്ങിയിട്ടാണ് ഈ സിനിമയുടെ മുഴുവൻ കഥ അവിടെ നിന്നാണ് വികസിക്കുന്നത്. അപ്പോൾ അത് തന്നെ ആ സാധനം എനിക്ക് വളരെ ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ലാത്തൊരു സാധനമായിട്ട് തോന്നി. അതല്ലാതെ ഇതിനകത്ത് അങ്ങനെ ഒരു ആക്ടേഴ്സായിട്ട് ചെയ്യുന്ന ഹ്യൂമർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന തമാശകളും സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പ്രേക്ഷകൻ അറിഞ്ഞിട്ട് കാണുമ്പോൾ അവർ ബിഹേവ് ചെയ്യുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ഹ്യൂമറും ഒക്കെയാണ് ഇതിൽ കൂടുതൽ. ഇപ്പോഴും ഈ ടൈറ്റില് ചില പരിപാടികൾ ഒളിപ്പിച്ചേക്കാന്നൊക്കെ പറയും. ഈ ജയജയയില് ടൈറ്റില് ശരിക്കും ഈ ദർശനയുടെ കാലുണ്ടായിരുന്നു. അപ്പൊ അന്ന് എല്ലാരും ചോദിച്ചപ്പോ അത് സാനിറ്റൈസറാണ് എന്ന് പറഞ്ഞ് എല്ലാരും അന്ന് പറ്റിച്ചായിരുന്നു. പക്ഷെ ഇതില് താലിയുണ്ട്. ഈ താലിയാണ് ഭയങ്കര ഒരു കീ ഫാക്ടർ ആയിട്ട് ഇപ്പൊ പോസ്റ്ററുകളൊക്കെ കാണുന്നത്. താലിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ്? അല്ല, ഇതിന്റെ എൻറ്റയർ സിനിമയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഒരു കല്യാണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദു കല്യാണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താലി എന്ന് പറയുന്നതിൽ ഒരു വലിയ ആ ഷേപ്പിലുള്ള താലി എന്ന് പറയുന്നതിൻ്റെ ഒരു സിംബോളിക്കലി വളരെ പ്രധാനമാണ്. അതിനപ്പുറത്തേക്കൊരു പ്രാധാന്യമൊന്നും താലിക്കില്ല. എനിക്ക് ഈ ആനന്ദാണല്ലോ വില്ലൻ എന്നൊക്കെയാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത്. ആനന്ദാണ് വില്ലൻ എന്നൊക്കെയാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ വില്ലന്റെ കൂടെയുള്ള ആൾ എന്നുള്ള രീതിയിൽ ഒരു അങ്ങനെ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കോ അതോ വില്ലനെ നന്നാക്കുന്ന ആളായിരിക്കോ? ഡോണില് കരീന കപൂർ രാജേട്ടന് കുറച്ച് സ്ലോ മോഷൻ ഷോട്ടുകൾ ഉണ്ടായിരുന്നു. മറ്റേ വാഴ നനയുമ്പോൾ ചീര നനയുന്ന പോലെ എനിക്കും ഞങ്ങൾ ബേസിലായിട്ട് പറയുന്നത്. ഞാൻ ബേസിലായിട്ട് പറയുന്നത് ഉണ്ടോ തനിക്കുണ്ടോ എനിക്കുണ്ട് മറ്റേ മറ്റേ ബേസിലായിട്ട് സ്വന്തമായിട്ട് ബേസിലായിട്ട് ബോളിവുഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഞാൻ ബോളിവുഡാണ്, നീയൊക്കെ ഇവിടെ ലോക്കൽ, നീ വിപിൻദാസിന്റെ സിനിമ പിടിക്കും, ഞാനങ്ങ് ബോളിവുഡ് അങ്ങനെ പുള്ളി. അപ്പം ഞാൻ മറ്റേ എനിക്ക് സ്ലോ മോഷൻ ഉണ്ട്, തനിക്കുണ്ടോ സ്ലോ മോഷൻ, എന്ത് കണ്ടാലും ഞെട്ടണം, ആരെ കണ്ടാലും ഞെട്ടണം പറഞ്ഞാണ് വെറുതെ കളിയാക്കാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കൂടെ ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് കഥാപാത്രം എന്താ ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ക്ലോസ് കിട്ടിയതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സിനിമയുടെ കഥയിലേക്ക് അല്ലെങ്കിൽ തിരക്കഥയിലേക്ക് എന്നെ ആദ്യം തന്നെ ആകർഷിച്ച, ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലെന്ന് തോന്നിയ ഒരു പ്ലോട്ട് പോയിന്റ് ഉണ്ടല്ലോ, അത് നിഖിലയുടെ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. ഈ ബോളിവുഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ചില കഥാപാത്രങ്ങളും ഈ പറഞ്ഞ പോലെ രാജേട്ടന്റെ ചില ഈ പറഞ്ഞ ബോളിവുഡ് എൻട്രി ഒക്കെ ആയിരുന്നല്ലോ ആ കാലത്ത്. ഔറംഗസേബ് ഒക്കെ ചെയ്യുന്ന സമയത്തിന് മുമ്പ് തന്നെ ഇപ്പൊ മലയാളത്തിൽ നിന്ന് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു എൻട്രികളിലൊന്നും അതായിരുന്നു. അപ്പോൾ ശരിക്കും ഈ ബേസിലി പറഞ്ഞ പോലെ ബോളിവുഡ് എൻട്രിയുടെ ഒക്കെ റൂമറുകളിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ബേസിൽ ഒരു കഥ ഇങ്ങനെ നറേറ്റ് ചെയ്തിട്ടുണ്ടോ ഒരു ഫ്രഷ് ഡയറക്ടർ? ഇല്ല, ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ച നശിപ്പിച്ച അല്ല, പൊതുവെ ഡിസ്കഷൻ എങ്ങനെയാ ബേസിലായിട്ട്? പൊതുവെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നല്ല സിനിമകളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ റീച്ചുള്ള സിനിമകളൊക്കെ ചെയ്യുന്ന ഒരാൾ കൂടെയാണല്ലോ. അപ്പൊ പെർസ്പെക്റ്റീവ് ഉണ്ടാവില്ലേ നിങ്ങൾ രണ്ട് ഡയറക്ടേഴ്സ് ഉണ്ടാകുമ്പോഴത്തേക്കും? ഞങ്ങളങ്ങനെ രണ്ട് ഡയറക്ടേഴ്സ് ആയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല ഈ സെറ്റിൽ. ഞങ്ങൾ ഈ സെറ്റിൽ ആക്ടേഴ്സ് മാത്രമാണല്ലോ. പിന്നെ ഞാനിപ്പോൾ ബേസിലൊരു മലയാളത്തിലെ ഒരു മെയിൻ ഡയറക്ടേഴ്സിൽ ഒരാളാണ്. ഞാനിപ്പോഴും ഒരു പാർട്ട് ടൈം വല്ലപ്പോഴും ഒക്കെ സിനിമ ചെയ്യുന്ന ബേസിൽ എന്നേക്കാൾ സുപ്പീരിയർ ഫിൽം മേക്കറാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ വിപിൻ എന്ന് പറയുന്ന ഡയറക്ടർ എങ്ങനെയാണ് ആക്ട് ചെയ്ത് കാണിക്കുമോ അതോ അതിന്റെ ബ്രീഫിങ്ങിലാണോ കാര്യം ഇരിക്കുന്നത്? എൻ്റെ അടുത്തോ? അല്ല, വിപിൻ ചേട്ടനോട് എനിക്ക് ക്യാരക്ടർ പറഞ്ഞപ്പോ രണ്ട് കാര്യം പറഞ്ഞു തന്നെ. അതായത് ഇതിൽ കുറച്ചൊരു നോർമൽ ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് നീ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും കുറച്ചൊരു അല്ലല്ല, കുറച്ചൊരു നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നീ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ചെടികൾ കാര്യങ്ങൾ കുറച്ച് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. അത്രേ പറഞ്ഞു തന്നിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. നിന്റെ ക്യാരക്ടർ കയ്യിൽ നിന്ന് പോയപ്പോ നിന്നെ മാറ്റി നിർത്തിയപ്പോഴും നിന്റെ ഇതാ ഇങ്ങനെ ചെയ്യും. അത്രയായിരുന്നു. എന്റെ കൂടെ 25 പേരെ കാണാനില്ല. ഓരോരുത്തരോടായിട്ട് ചോദിച്ചോട്ടെ, ആദ്യമായിട്ട് ഗുരുവായൂരമ്പല നടയിൽ ഷൂട്ട് ചെയ്ത സീൻ ഏതാണ്?
ഞങ്ങളെ പൂജ കഴിഞ്ഞപ്പോൾ ആദ്യം തുടങ്ങിയത് മറ്റേ കല്യാണക്കുറി അടിക്കുന്നത്. അതാണ് ഈ പടം ഇത്ര നീണ്ടുപോയത്. ഞാനും സാഫുനുമാണ് തുടങ്ങിയത്. ഇത്ര മാസങ്ങൾ ഇതിന്റെ ഷൂട്ടിംഗ് നീണ്ടുപോയത്. അത് കാരണം അത് ഫസ്റ്റ് ദിവസം പൂജ കഴിഞ്ഞിട്ട് ഇത്രയും വലിയ ക്രൗഡ്, പ്രൊഡ്യൂസർമാരെല്ലാം മോട്ടറിന്റെ ബാക്കിൽ, ഞങ്ങൾ മറ്റേ ഇല വറക്കുന്നവരാണെന്ന് വിറയ്ക്കുമത്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ വെച്ച് ട്രയൽ അടിച്ചതാ. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഇത് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും കിടന്ന ഇളകുമൊന്നും വേണ്ട, മര്യാദയ്ക്ക് ചെയ്യുക. പിന്നെ ചേട്ടൻ സെറ്റ് ചെയ്തു. രാജുവേട്ടൻ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് സീൻ ഞാൻ നിഖിലോടല്ലേ നമ്മൾ ഒരു വീട്ടിലുള്ള ഒരു സീൻ. ഞാൻ എൻ്റെ ഒരു ഇടയ്ക്കൊരു 3 മാസം ഞാൻ വർക്ക് ചെയ്തില്ലായിരുന്നു. എൻ്റെ നീ സർജറി കഴിഞ്ഞിട്ട് ഒരു 3 months റെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്പോൾ അത് 3 months റെസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ജോയിൻ ചെയ്ത് ഗുരുവായൂരമ്പലം നടയില്ല. അതെ, അപ്പോൾ ആ സമയത്തും ഞാൻ ഫുള്ളി റിക്കവേർഡ് ആയിരുന്നില്ല. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണമായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ ചെയ്യാൻ. ഇൻ ദ സെൻസ് ഞാൻ കെയർഫുൾ ആകണമായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ ഓക്കെ. നിഖില ആദ്യം ഷൂട്ട് ചെയ്ത സീൻ ഞാൻ ആദ്യം ഷൂട്ട് ചെയ്തത് അമ്പലത്തിൽ എന്തോ ഒരു സീനായിരുന്നു. പിന്നെ ആദ്യത്തെ ഷെഡ്യൂളിൽ തന്നെ ഒരു ദിവസം 2 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അതിൽ ഒരു ദിവസം എന്നെ ഒരു ദിവസം മുഴുവൻ പറമ്പിൽ കൂടെ നടത്തും, വെറുതെ പറമ്പിൽ കൂടെ നടക്കുക, കുറേ നേരം നടക്കുന്ന പറഞ്ഞ് കുറേ നടത്തിച്ച് നടത്തി അവസാനം ഇപ്പൊ പുള്ളി അതിനാണ് ഇത് കണ്ടെത്തുന്നത്. ആ സീനില്ല, അന്നപ്പോ വെറുതെ നടത്തിച്ചു, അതില്ല. അങ്ങനെയാണ് ഷൂട്ട് ചെയ്ത ഫസ്റ്റ് സീൻ അതന്നെ ഞാനും സിജു. കല്യാണക്കുറി അടിക്കുന്നത് ശുഭലക്ഷണം. ഈ കല്യാണം എന്ന് പറയുന്ന ഫാക്ടറിൽ മുമ്പും അങ്ങനെ ഒരുപാട് എലമെന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ഈ 2 ആളുകളുടെ ഇടയിലത്തെ കോൺഫ്ലിക്റ്റ് ആണ്. കല്യാണം സാധാരണ 2 ആളുകൾക്കിടയിലാണ്. അല്ലല്ല, രണ്ട് അളിയന്മാർ അങ്ങനത്തെ കോൺഫ്ലിക്റ്റ് കുറച്ച് പുതുമയാണെന്ന് തോന്നി. അപ്പം ഈ ഈഗോ കോൺഫ്ലിക്റ്റ് അപ്പോഴൊക്കെ പൃഥ്വിരാജ് സിനിമകളിൽ വന്നിട്ടുണ്ട്. ആ സിനിമകളൊക്കെ അധികം ഓടിയിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും അയ്യപ്പനും കോശി ആയാലും. അപ്പൊ അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ തന്നെ ആയിരിക്കും ഗുരുവായൂരമ്പലം നടയിൽ ഉണ്ടാവുക. ഇതൊരു ഈഗോ കോൺഫ്ലിക്റ്റ് അല്ല, എന്നാൽ അളിയന്മാർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് മാത്രമല്ല ഇത്. അതാണ് ഞാൻ പറഞ്ഞതൊരു അതെ, അത് ഞാൻ ആ ഒരു പ്ലോട്ടിന്റെ ഒരു കോർ പോയിന്റ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഭയങ്കര കൊള്ളാലോ, ഇത് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തൊരു പരിപാടിയാണെന്ന് തോന്നിച്ചൊരു സാധനം. പിന്നെ അതിനെ ചുറ്റിപ്പറ്റി ഈ സ്ക്രീൻ പ്ലേയും പ്ലോട്ടും ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും ഭയങ്കര ഒട്ടും ഫോഴ്സ് അല്ലാത്ത രീതിയിലുള്ളൊരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അങ്ങനൊരു ഞാൻ ഇതിന് മുൻപ് ചെയ്തൊരു സിനിമയുമായിട്ടും അങ്ങനെ ഒരു സാമ്യം ഒരു സിമിലാരിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ പറയാം അത് പണ്ട് അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയായിരിക്കും. പക്ഷേ എനിക്ക് ഞാൻ ചെയ്ത വേറെ ഒരു സിനിമയുമായിട്ടൊരു സിമിലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല ഗുരുവായൂരമ്പലം. ഇപ്പൊ യോഗി ബാബുവിനെ കുറിച്ചിട്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ മലയാളം ഡെബ്യൂയാണ്, എങ്ങനെയാ ശരിക്കും അദ്ദേഹം സിനിമയിൽ? അല്ല, ഇതിലൊരു തമിഴ് കഥാപാത്രം ഈ സ്ക്രിപ്റ്റിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. വിപിൻ ആണ്, ഓഫ്കോഴ്സ് വിപിനും ദീപും ചേർന്നെടുത്ത തീരുമാനമായിരിക്കും. വിപിനാണ് ആദ്യമായിട്ട് ആ കഥാപാത്രം യോഗി ബാബു ചെയ്താൽ നന്നാകും എന്ന് പറയുന്നത്. അപ്പോൾ യോഗി ബാബു വളരെ തിരക്കുള്ളൊരു നടനാണ്. പക്ഷേ ഒരു സംവിധായകൻ അങ്ങനെ ഒരു ആവശ്യം പറയുമ്പോൾ നിർമ്മാതാവെന്ന നിലയ്ക്ക് അത് ട്രൈ ചെയ്യണമല്ലോ നമ്മൾ അങ്ങനെ ഒരു ആക്ടറെ. പക്ഷേ യോഗി ബാബുവിനോട് ഇങ്ങനൊരു സിനിമയെക്കുറിച്ചും കഥാപാത്രത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ജയ ജയ കണ്ടതാണ്. പൃഥ്വിരാജിനെ എനിക്കറിയാം. അങ്ങനെ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം വന്ന് ചെയ്യുകയും കംപ്ലീറ്റ്ലി നമ്മളുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്ത് വളരെ മനോഹരമായിട്ട് ആ വേഷം ചെയ്തിട്ട് പോയത്. ഒരു റീകോൾ വാല്യൂ ഉള്ളൊരു ഒരു ആക്ടർ ചെയ്താൽ നന്നാകുന്ന വേഷമാണ്. ആൻഡ് ഓൾസോ സിനിമയുടെ 2ാം പകുതിയിൽ നിർണായക ഘട്ടത്തിൽ ഈ പ്ലോട്ടിൽ ഒരു വലിയ കാര്യം ചെയ്യുന്നൊരു ക്യാരക്ടറും കൂടിയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും ആ കഥാപാത്രം ശരവണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഈ സിനിമയ്ക്കും ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ അങ്ങനെ ഒരുപാട് ടഫായിട്ട് അല്ലെങ്കിൽ ഈ അരിപെറുക്കിയ സീൻ അങ്ങനെ ഓർമ്മയുള്ളൊരു സീനുണ്ടോ? ഇല്ല, നമ്മളങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എന്നാ പെറുക്കാത്തൊരു സീൻ പറ. അല്ല, എല്ലാം നന്നായിട്ടായത്, നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. എനിക്കങ്ങനെ ഈ സിനിമ മുഴുവൻ തന്നെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. കാരണം ഞാൻ ഈ ആടുജീവിതമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നാമത് ഈ നീ സർജറി എല്ലാം കഴിഞ്ഞ് എനിക്കൊരു ഭയങ്കര വെക്കേഷൻ മൂഡ് പടമായിരുന്നു. അത് ആക്ച്വലി ആ കഴിവ് അങ്ങനെ ആകാൻ കാര്യം വിപിൻ്റെ ടീമും അത്രയും നല്ലതായതുകൊണ്ടാണ്. ഓഫ്കോഴ്സ് നമ്മൾ ഇനിഷ്യലി വിചാരിച്ചതിനെക്കാട്ടിലൊക്കെ നമ്പർ ഓഫ് ഡേയ്സും ഒക്കെ കൂടി. അത് വിപിൻ്റെ കുറ്റമൊന്നുമല്ല, കാരണം ഇനിഷ്യലി ഞങ്ങൾ പ്ലാൻ ചെയ്തതിനേക്കാൾ ഒരു വലിയ സിനിമയാണ് എടുത്തത്. അതിൻ്റെ ഒരു സ്കെയിലും കാര്യങ്ങളും എല്ലാം ഒറിജിനലി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു വലിയ സ്കെയിലാണ് ഈ സിനിമയിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാ ഭംഗിയും ഈ സിനിമയ്ക്ക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ടഫ്നെസ് ഉള്ളൊരു പറമ്പിലൂടെ നടക്കുക അല്ലാതെ ടഫ്നെസ് ഉള്ള എന്തെങ്കിലും ആദ്യമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി എന്തെങ്കിലും ടഫായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ മനസ്സിലായി. അപ്പോ ടഫായിട്ടൊന്നുമില്ലല്ലോ.
ഡാൻസ് ആ ഈ സിനിമയിൽ കളിച്ചു ഇതിനെ മൊത്തത്തിൽ നോക്കി ഇപ്പോഴും പ്രായമുണ്ട് കണ്ടില്ല. അങ്ങനെയൊന്നല്ലല്ലോ, കുറച്ച് മുന്നേ അതെ കുറച്ച് പോയി. ഡാൻസ് കളിപ്പിച്ചു ഒരു 32 ടേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്. അവസാനം വെളുപ്പിന് 6 മണിയാകുമ്പോൾ വെട്ടം വന്ന് കഴിഞ്ഞു. കൂടെ കളിച്ച സ്റ്റെപ്പ് ഏതാന്ന് പറയണ്ട നാണക്കേടായിരിക്കും. അത് പറഞ്ഞില്ല, അത് കാണുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട്. അതിനകത്ത് ബേസിലേറ്ററിനെ ഞാൻ ഇവനോടാ കളിക്കുന്നത്. ബേസിലേറ്ററും തെറ്റിക്കുന്നു. അവസാനം ബേസിലേറ്ററിനെ കുറെ തെറ്റി അങ്ങനെ പോയി നേരം വെളുത്തു. എന്നിട്ട് ബേസിലേട്ടൻ കാറിൽ കയറിട്ട് വന്നു അവരെ കൂടെ വിളിക്കാൻ. അപ്പം ഞങ്ങൾ കൂടെ കളിച്ചതിന് ഞങ്ങളെ കൊണ്ട് ദോശയും ചമ്മന്തിയും രാവിലെ ഇവിടെ നിന്നോ മേടിച്ചെന്നിട്ട് പൊക്കോളാം. ഈ പാട്ട് ഷൂട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് ആദ്യമേ അറിയാം. ഫസ്റ്റ് ഷെഡ്യൂളിൽ പോയപ്പോൾ വളരെ റാൻഡമായിട്ട് ബേസിലായിട്ട് മഞ്ജു അനശ്വരോട് ചോദിക്കുന്നു, നീ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ അനശ്വര പറഞ്ഞു, ഇല്ല പഠിച്ചിട്ടില്ല. ഓ നിനക്ക് കളിക്കാൻ അറിയില്ല അല്ലേ? അപ്പോൾ അനശ്വര പറഞ്ഞു, കളിക്കാൻ അറിയില്ല എന്നല്ല, കളിക്കും എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് ചോദിച്ചു, നിഖില ഡാൻസ് കളിക്കും അല്ലേ? ഞാൻ പറഞ്ഞാൽ കളിക്കാൻ തെറ്റി, ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് സൈമയിലൊക്കെ പെർഫോം ചെയ്തത് ഞാൻ യൂട്യൂബിൽ നോക്കിയായിരുന്നു. ഞാൻ ചെന്തിന് അപ്പോൾ നോക്കി വന്നപ്പോഴാണ് പറഞ്ഞത് പുള്ളിക്ക് പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ പുള്ളിയുടേത് പോർഷൻ കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഞാനും അനശ്വരയാണ് ഡാൻസ് കളിക്കണം. അപ്പോൾ പുള്ളിക്ക് പുള്ളിയെക്കാട്ടിലും നന്നായി കളിക്കുമോ എന്നുള്ള സംശയം കാരണം പുള്ളി പോകുന്നവരും വരുന്നവരും മുഴുവൻ ഡാൻസ് കളിക്കും. ആ കോംപ്ലക്സ് കാരണമാണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് ലൊക്കേഷൻ എന്നിട്ട് ആ പാട്ടിന്റെ എഡിറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ബേസിൽ രാജു പണ്ട് ടൊവിനോ ഡാൻസ് കളിച്ച കണ്ടോ അവൻ വളരെ മോശമായിട്ട് ഡാൻസ് ഇതൊരു അമ്മ ഷോയിൽ ഡാൻസ് കളിച്ചൊരു വീഡിയോ. ആരൊക്കെയോ വളരെ മോശമായിട്ട് ഡാൻസ് കളിക്കുന്ന കുറെ വീഡിയോസ് എന്നെ കാണിച്ചു. എല്ലാവരും ഞങ്ങളോട് പറയുന്നു നല്ലോണം കളിച്ചു, അപ്പുറത്ത് അവരാണ് ഈ 32 ടേക്ക് ഒരു സിംഗിൾ ഷോട്ടാ. അത് വിപിൻ ചേട്ടൻ കട്ട് ചെയ്ത് പിന്നെ എന്തിനാണ് സാർ സിംഗിൾ ഷോട്ട്? ഇത് ബേസിലായിട്ടിന് ആദ്യം മുതലേ ഈ പാട്ടിൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കളിച്ച് കഴിഞ്ഞിട്ടും ഫുൾ എഡിറ്റ് ചെയ്ത് കണ്ടപ്പോഴും പുള്ളി വേറെ ഏതോ പടത്തിന് ഷൂട്ടിങ്ങിൽ അവിടെ ഇരുന്നിട്ട് നിങ്ങളൊക്കെ ഡാൻസ് കളിക്കും, പക്ഷെ ഞങ്ങൾ കളിച്ച പോലെ ആവില്ല. അല്ലാതെ സത്യമാണ്, ഞങ്ങളുടെ വീട്ടിലാണ് കിടില് ഡാൻസ്. അതെല്ലാരും ശ്വാസം മുട്ടി ചത്തേനെ. പക്ഷെ ആക്ച്വലി എനിക്ക് ആ പോർഷനായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് വിളിച്ചു